എന്നാൽ ആദ്യ ദിവസം ആ എണ്ണ വെച്ചുള്ള പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു വേദന ഉണ്ടായിട്ടില്ല. ഞാൻ ദൈവത്തിനെ നന്ദി പറയുന്നു. ധ്യാനിക്കാനായിട്ട് വന്നാൽ ഇന്ന് എന്നായാലും ഗുളിക കഴിക്കുന്നില്ല എന്ന് പറഞ്ഞുകൂടാന്നിരുന്നു. നേരെ പുറയിലേക്കിരുന്നു. എന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് വൈകുന്നേരമായി കുർബാനയുടെ സമയത്തും ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയെ, എനിക്ക് ഇങ്ങനെയാണല്ലോ, എനിക്ക് ധ്യാനം കൂടാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായിട്ട് ഒരു നടുവേദനയോ. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. എനിക്ക് ഭയങ്കര പനിയായിരുന്നു. ഇവിടെ വരുമ്പോൾ ഞാനോട്ട് ധ്യാനം കൂടാതെ എനിക്ക് തിരിച്ചു പോകേണ്ടി വരുമ്പോൾ ഞാൻ എൻ്റെ മോനോട് പറയുന്ന വരുമ്പോട്ട് ദൈവം എനിക്ക് ധ്യാനം പൂർത്തിയാക്കാൻ ഒത്തുകഴിക്കും. അത് മാത്രമല്ല, എൻ്റെ പുറത്തിന് ഭയങ്കര വേദന, കാലം എനിക്കൊന്ന് മുട്ട നിൽക്കണം, വളരെ കൊതിയോ. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പള്ളിയിൽ പോകുമ്പോൾ എല്ലാ കസേരയിൽ ഇരിക്കേ ഉള്ളൂ. അപ്പം ഞാൻ ഏതായാലും ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കൊന്ന് മുട്ട നിന്ന് പ്രാർത്ഥിക്കാൻ നോക്കണമേ, എൻ്റെ പുറത്തിന് വേദന മാറ്റിക്കണമേ. എന്തായാലും വരത്തില്ല. ഞാൻ ഇന്നലെ മുഴുവനും ഇന്നും എനിക്ക് വളരെയധികം മുട്ട നിന്ന് പ്രാർത്ഥിക്കാനുള്ള സൗഭാഗ്യം എൻ്റെ ഈശോ എനിക്ക് തന്നു. എൻ്റെ പേര് സുബി സൂസൻ. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ഒരു ദിവസം ബോർഡിൽ ഇറങ്ങി വീണു. കാരണം അതിഭയങ്കരമായ നടുവേദനയായിരുന്നു. ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞു സ്പൈനൽ ബൈഫിഡ എന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്തു. മറ്റൊന്നുമല്ല, ജനിച്ചപ്പോൾ മുതൽ ഇന്ന് വരെ, ഈ നിമിഷം വരെ എനിക്കറിയത്തില്ല എൻ്റെ നട്ടിൻ്റെ 2 കണ്ണുകൾ തമ്മിൽ അടുത്തിട്ടില്ല. അത് കാരണം അതിലൂടെ നീർക്കെട്ടിറങ്ങി നീര് വെച്ചൊരു അവസ്ഥ. തിരുമിക്കാനോ ബെൽറ്റ് ഇടാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ. പെയിൻ കില്ലേഴ്സ് കൊണ്ട് മാത്രം 2 വർഷം ഞാൻ ജീവിക്കുകയായിരുന്നു. ഇവിടെ വന്ന് ഞാൻ ഇങ്ങോട്ട് കാറിൽ വരുന്ന സമയത്ത് എനിക്ക് വേദനയാണ്. എനിക്കൊരു 3 മണിക്കൂർ എക്സാം ഞാൻ എങ്ങനെ എഴുതിയെന്ന് എനിക്കറിയില്ല. അതുപോലെയായിരുന്നു ഞാൻ ഈ 3 വർഷങ്ങൾ കടന്നുപോയത്. ഇവിടെ വന്നിരുന്ന ആദ്യത്തെ ദിവസത്തെ ഫസ്റ്റ് സെക്ഷന് എനിക്ക് ഇരിക്കാൻ വയ്യായിരുന്നു. അത് കഴിഞ്ഞ് കുർബാനയുടെ ആ ഒരു 1.5 മണിക്കൂർ ഞാൻ എങ്ങനെ കണ്ടിന്യൂസ് നിന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ കൈവെപ്പ് ശുശ്രൂഷ കഴിഞ്ഞിട്ട് മുട്ടി നിന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ വേദന എവിടെ പോയി അറിയത്തില്ല. മേരിക്കുട്ടി അന്ത്രപ്പേ. ഞാൻ കോൺഗ്രിഗേഷന് പേര് ഡോക്ടേഴ്സ് ഓഫ് ദ ഹാർട്ട് ഓഫ് മേരി. ഞാൻ എറണാകുളത്ത് നിന്നും വരുന്നു. എനിക്ക് വളരെ ശക്തമായ വേദനയായിരുന്നു. ഈ ഇടത്ത് വശം കാല് മുഴുവനും കുർബാനയ്ക്കൊന്നും നിൽക്കാനേ പറ്റുന്നില്ലായിരുന്നു. ഈ വേദന സിസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെ ആദ്യത്തെ ദിവസം അനോയിൻറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും അതങ്ങ് വിട്ടുപോയത് എനിക്ക് ഭയങ്കരമായിട്ട് അനുഭവപ്പെട്ടു. സിസ്റ്റർ ആ സമയത്ത് ഇവിടെ വിളിച്ചു പറയുകയും ചെയ്തു. കൂടാതെ കണ്ട് ഇന്നലെ ശരിക്കും ഈശോ എന്നിലേക്ക് വന്ന് നിറയുന്ന ഒരു അനുഭവമായിരുന്നു എനിക്കുണ്ടായത്. എനിക്ക് വേദന കിട്ടിയത് യഥാർത്ഥത്തിൽ ഞാൻ സാത്താൻ സേവ ചെയ്യും. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് വീടുകളിൽ പോകും. അങ്ങനെ കിട്ടിയ ഒരു അടിയായിരുന്നു. എനിക്കും അറിയില്ലായിരുന്നു എങ്ങനെയൊക്കെ ഇത് ചെയ്യണമെന്നൊന്നും. അങ്ങനെ കുറച്ച് നാളായി ഞാൻ ഈ വേദനകളിൽ ശ്രമിച്ചുകൊണ്ടിരുന്നു. ദൈവം എനിക്ക് ഇന്നലെ ഒരു ഡെലിവറൻസ് പോലെ ഒരു നല്ലൊരു ഹീലിംഗ് തന്ന വചനത്താൽ നിറയുന്നതായിട്ടുള്ള ഒരനുഭവം ഉണ്ടായി. എൻ്റെ പേര് ചിന്നമ്മ എന്നാണ്. ഞാൻ കുറുമനാടത്തിരുന്ന് വരുന്നു. എന്നെ ഒരു ടീച്ചറാണ് ഇവിടെ വരെ എത്തിച്ചത്. അവർക്ക് നന്ദി പറയുന്നു. ഞാൻ എൻ്റെ ഈശോയ്ക്ക് നന്ദി പറയുന്നു. എനിക്ക് 20 വർഷമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു. ഞാൻ പല ഡോക്ടർമാരെ ചെന്ന് കണ്ടു. MRI സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു. പല സ്കാനിങ്ങും ചെയ്തിട്ട് കുറഞ്ഞിട്ട് MRI സ്കാനിങ് ചെയ്യണം, എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞ് ചെയ്തു. അന്നേരം പറഞ്ഞു നട്ടലിന് വളവുണ്ടെന്ന് പറഞ്ഞ്. പല ഡോക്ടർമാരും പറഞ്ഞു എനിക്ക് വേറെ അസുഖങ്ങൾ, അല്ലെങ്കിൽ സ്കാനിങ് ക്യാൻസറാന്ന് പറഞ്ഞു. അങ്ങനെ പലരും പല തരത്തിൽ പറഞ്ഞിട്ട് ഡോക്ടർ അവസാനം പറഞ്ഞു നട്ടലിന് വളവുണ്ടെന്ന് പറഞ്ഞു. അതിന് ഭയങ്കര നടുവേദന, കുനിയാൻ വയ്യായിരുന്നു. ഞാൻ വീട്ടു ജോലിക്ക് പോയാണ് കഴിയുന്നത്. എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്, 2 പെൺമക്കളാണ്, ഭർത്താവില്ല. ശ്വാസം മുട്ടലായിരുന്നു എനിക്ക്. അപ്പം ഡോക്ടർ പറഞ്ഞു വീണ്ടും സ്കാൻ ചെയ്യണം പറഞ്ഞു. വീണ്ടും സ്കാനിങ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ലിവറിന് ഇച്ചിരി കംപ്ലൈൻ്റ് ഉണ്ട്, അത് ജോലിയൊന്നും ചെയ്യാൻ മേല, കുനിയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കിടക്കാൻ പറ്റിയില്ല. എനിക്ക് ശ്വാസം മുട്ടൽ, നടക്കാൻ മേല, പച്ചവെള്ളം കുടിക്കാൻ വയ്യായിരുന്നു. ഇപ്പം ഇവിടെ വന്ന് ഈ ധ്യാനം കൂടി ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയത്ത് എനിക്കിപ്പം പച്ചവെള്ളം കുടിക്കാൻ ശ്വാസം മുട്ടകൾ പോയി, നടുവേദന പോയി, എനിക്ക് നെഞ്ചിനകത്ത് വേദന പോയി. എല്ലാ വേദനകളും മാറ്റിക്കൊണ്ട് എൻ്റെ ഈശോയ്ക്ക്. ഇതിൻ്റെ പേര് ആൻസി. ഞാൻ പാടായിൽ നിന്ന് വരുന്നു. എനിക്ക് 3 വർഷമായിട്ട് മുട്ടയെ കുത്തി നിൽക്കുവാൻ
എൻ്റെ എല്ലാ ജോയിനും നീരും വേദനയുമായിരുന്നു. ഞാൻ പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടാണിരുന്നു. ഞാൻ വന്നപ്പോൾ പെയിൻ കില്ലർ കൊണ്ടുവന്നായിരുന്നു. ഇതുവരെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പെയിൻ കില്ലർ പോലും കഴിക്കുകയോ മുട്ടയെ കുത്തി നല്ലപോലെ സ്തുതിക്കുവാനും മുട്ടയെ കുത്തി നിൽക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ട്. പേര് മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് സെൻറ് തെരേസയുടെ സഭയാണ്. എനിക്ക് മുട്ട് കുത്താൻ പറ്റത്തില്ലായിരുന്നു. എൻ്റെ സഭയെ പ്രയറിൻ്റെ സമയത്തെല്ലാം ഞാൻ ഇരിക്കുകയാണ് ചെയ്യുന്നത്. മുട്ട് കുത്തത്തില്ല. ഇവിടെ വന്നിട്ട് ഞാൻ മുട്ട് കുത്തുന്നു. ശരിക്കും ആടിപ്പാടി കളിക്കുന്നുണ്ടെന്ന് പറയാം. അതേപോലെ തന്നെ എനിക്ക് BP ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫാസ്റ്റിംഗ് ഒന്നും എടുക്കത്തില്ല. ഷുഗർ ചെറുതായിട്ടുണ്ടായിരുന്നു. ഫാസ്റ്റിംഗ് എടുക്കത്തില്ല. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഫാസ്റ്റിംഗ് എടുക്കാൻ സാധിച്ചു. എൻ്റെ പേര് അലീഷ. ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. ഞാൻ സെൻറ് മേരീസിൽ തൃശ്ശൂർ പഠിക്കുന്നു. എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ 3 മാസം മുമ്പ് എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ ലിഗ്മെൻറ്റ് വലിഞ്ഞു. ഞാൻ സ്പോർട്സ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീണപ്പോൾ പറ്റിയതാണ്. അത് കഴിഞ്ഞ് പിന്നെ 3 ആഴ്ച റെസ്റ്റൊക്കെ എടുത്തു, മാറി. അത് കഴിഞ്ഞ് എനിക്ക് ഈ 14-നും 15-നും കോമ്പറ്റീഷനായിരുന്നു. ഈ 2 ആഴ്ച മുമ്പ് എൻ്റെ മുട്ടിൻ്റെ കാല് പിന്നെയും ഇതായി എൻ്റെ വാഷർ കീറി. മുട്ടിൻ്റെ വാഷർ കീറിയിട്ട് ഞാൻ റെസ്റ്റിലായിരുന്നു. ഈ ഞായറാഴ്ച വരെ ഞാൻ ബെഡിൽ തന്നെ ആയിരുന്നു. എൻ്റെ റൂംമേറ്റ്സൊക്കെ ഫുഡൊക്കെ മുകളിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയായിരുന്നു. ഈ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് സ്റ്റെപ്പൊന്നും കയറി ഇറങ്ങരുത്. ഫുൾ എനിക്ക് കസേരയിലൊന്നും ഇരിക്കാൻ പറ്റില്ലായിരുന്നു. കാല് ഫുൾ ടൈം നീട്ടി വെച്ചിരിക്കണമായിരുന്നു. ഇപ്പോൾ എല്ലാം മാറ്റി. എനിക്കിപ്പോൾ മുട്ടൊക്കെ നല്ലോണം വളർത്താം. ഞാൻ സ്റ്റെപ്പൊക്കെ ഡെയിലി കയറി ഇറങ്ങുന്നു. എനിക്ക് ഈശ്വരൻ്റെ പേര് ജ്വാല. ഞാൻ തൃശ്ശൂരിനാണ് വരുന്നത്. സെൻറ് മേരീസ് കോളേജിൽ നിന്ന്. ആദ്യമായിട്ടല്ല ഞാനൊരു ഹിന്ദുവാണ്. എൻ്റെ സിസ്റ്റർ സാന്ദ്ര എന്ന സിസ്റ്റർ ഉണ്ട്. അവർ പറഞ്ഞിട്ടാണ് ഞാൻ അതിൽ വരുന്നത്. എനിക്ക് പുതിയ അനുഭവം തന്നെ ഇവിടെ വന്നപ്പോൾ ആദ്യം എനിക്കൊരു പേടി ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ നമ്മുടെ ഇതല്ലേ, വ്യത്യസ്തമായിട്ടൊരു ഇതല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ ഒരു ഹിന്ദു ആണെന്നാലും ഞാൻ പറയാം, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന ഉണ്ടാവാറുണ്ട്. ഡോക്ടർമാരെ കാണിക്കപ്പോൾ അവർ പറയും ഈ കുട്ടിക്ക് സ്ട്രെസ്സാണ്, ഡിപ്രഷനാണെന്നൊക്കെ പറയും. 10ാം ക്ലാസ് വരെ തുടങ്ങിയതാണ്. അപ്പോൾ കുറേ ചിലത് കയ്യിൽ കഴുത്തിൽ എല്ലാവർക്കും കെട്ടിയിട്ട് ഇങ്ങനെ നടക്കുക. പരീക്ഷയ്ക്ക് ഒന്നും പിന്നെ പറയണ്ട, ഭക്ഷണം പോലും കഴിക്കില്ല. ചിലത് മധുരമൊക്കെ കെട്ടി ഭയങ്കര പൂജിച്ചിട്ടൊക്കെ നടക്കുക. പിന്നെ ഞാൻ പഠിച്ചത് കോൺവെന്റ് സ്കൂളിലാണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, അവിടെ വരുമ്പോൾ എപ്പോഴും ഒരു മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു. അവിടെ ഹോളി ഫാമിലി കോൺവെന്റ് തൃശ്ശൂർ അവിടെ പഠിച്ചത്. അവിടെ മുതൽ എനിക്കറിയില്ല, ഒരു പ്രത്യേക ശക്തിയാണ് അവിടെ വരുമ്പോൾ. എന്നെ ശരിക്കും എൻ്റെ വീട്ടിലുള്ളവരൊക്കെ എൻ്റെ ചീത്ത പറയും, നീ എന്താ ക്രിസ്റ്റാണോ അങ്ങനെ കൊണ്ട് ഒരുപാട് ചീത്തയ്ക്ക് പറയും. പക്ഷേ ഞാൻ ഇതൊക്കെ കുരിശായിരിക്കുന്ന കാണാണ്ട് കുരിശ് കൊന്ന് കിട്ടിയിട്ടേ ഞാൻ നടക്കുള്ളൂ. അപ്പോൾ അവർ കണ്ടിട്ട് ഞാൻ കാര്യമൊക്കെ ഓർപ്പിച്ച് വയ്ക്കേണ്ടത്. പിന്നെ ഇവിടെ വന്ന് സത്യം എനിക്ക് പറയാനാണ് വിറയ്ക്കല്ല. എനിക്ക് സന്തോഷം വേണ്ടത് പറയണമെന്ന് അറിയില്ല. ഇവിടെ എനിക്ക് ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞില്ലേ, അത് ഇവിടെ കുറച്ച് ഇവിടുത്തെ ഇന്നലെ വല്ല പേടിച്ചു പറ്റി. ഈശ്വരവായുകൾ എടുക്കരുത് ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്നു. എന്താണെന്നറിയില്ല, എന്തൊരു കാര്യത്തിന് എനിക്ക് എല്ലാം സുഖപ്പെടുത്തുമല്ല. പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ ഇവിടെ ആലോചിച്ചിട്ട് ഒരുപാട് വിഷമം എനിക്കുണ്ട്. അതൊക്കെ ലിസ്റ്റൊക്കെ എഴുതിയിട്ട് ഞാൻ ഉണ്ട്. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് എന്ത് വിഷമം എനിക്കുണ്ട്. എനിക്ക് അത്ര വലിയ വിഷമമൊന്നുമില്ല. അവിടെ വന്നിട്ട് എൻ്റെ പേര് സോഫിയാമ സൈമൺ. ഞാൻ പുന്നത്തറയിൽ നിന്ന് വരുന്നു. എനിക്ക് 4 വർഷമായിട്ട് മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് മാറിക്കിട്ടി. യേശുവേ സ്തോത്രം. ജയിനി. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ അവിടെ സ്പോർട്സ് ഹോസ്റ്റലിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ 5 പേര് ഉണ്ട്. ഇന്നലെ എൻ്റെ ഫ്രണ്ട്സ് 2 പേര് ഇവിടെ സാക്ഷ്യം പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് എന്തെങ്കിലും സാക്ഷ്യം പറയണം എന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. പക്ഷെ ഇന്ന് കാലത്ത് ഞാൻ അവിടെ തോമസ് സാറിൻ്റെ ടോക്ക് കേട്ടോണ്ടിരിക്കുമ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര പുറം വേദന ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ആ പുറം വേദന വെച്ച് എനിക്ക് ഭക്ഷണം കഴിക്കാൻ വരെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കഴിക്കാണ്ടിരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായില്ലെന്ന്. അത് കഴിഞ്ഞ് കൗൺസിലിങ്ങിനൊക്കെ വന്നിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര പുറം വേദനയായിരുന്നു. അപ്പോൾ എനിക്ക് എഴുപ്രേസ്യമ്മയുടെ മൊബൈൽ അറിയാം. ഞാൻ ഇവിടെ എഴുപ്രേസ്യമ്മയുടെ കോൺവെൻറ്റിൽ 10ാം ക്ലാസ് വരെ പഠിച്ചതാണ്. അപ്പോൾ ആ പ്രയർ ഒരു 9 പ്രാവശ്യം ചൊല്ലിയപ്പോൾ എനിക്ക് ചെറുതായിട്ട് ആശ്വാസം തോന്നി. അത് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വന്ന് സിസ്റ്ററിൻ്റെ ടോക്കിൻ്റെ സമയത്ത് സിസ്റ്റർ പറഞ്ഞു, കുറച്ച് പേരെ പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 2 പേരും സിസ്റ്റർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം സൗഖ്യപ്പെടുത്തിയതാണ്. ആയതുകൊണ്ടാണോ അമ്മയ്ക്ക് ഈ അനുഗ്രഹം കൊടുത്തത്? ഞാൻ വർഷങ്ങളായിട്ട് ജലദോഷം കൊണ്ട് ബുദ്ധിമുട്ടുന്നത് ഈ പ്രാവശ്യം കാണുന്നില്ലേ, എൻ്റെ ജലദോഷം മാറ്റണമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ എനിക്ക് അതൊന്ന് പറഞ്ഞതിന് ശേഷം ഇതുവരെ ജലദോഷം മാറിയിട്ടില്ല. ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ടോണി. ഞാൻ കൊണ്ടത്താനം പള്ളി ഇടവയാണ്. ഇവിടെ അങ്കമാലിയിൽ നിന്നാണ് ഇവിടെ ധ്യാനത്തിനാണ് കടന്നു വരുന്നത്. ആദ്യമായിട്ടാണ് ഇവിടെ ഈ ധ്യാനത്തിന് ഇവിടെ സമ്മതിക്കുന്നത്.
ഇവിടെ ഞങ്ങൾ ഈ ധ്യാനത്തിന് നയിച്ച് വിട്ടയാൾക്ക് വേണ്ടി ആളുടെക്കും കുടുംബത്തിനും വേണ്ടി അനുദിനം പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വന്ന് ഈ പ്രാർത്ഥനായോഗത്തിലൊക്കെ പങ്കെടുക്കുകയും ഇവിടെ എല്ലാ കാര്യത്തിലും നിൽക്കുന്ന ഒരു ആളാണ്. ജോണിച്ചായൻ എന്നാണ് ആളുടെ പേര്. കിടങ്ങൂരാണ് ആളുടെ വീട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഈ 5 ദിവസവും നല്ല രീതിയിൽ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും സാധിച്ചു. എൻ്റെ ഇടത് കൈക്ക് വളരെ വേദനയായിരുന്നു. കൈ പൊക്കുമ്പോഴൊക്കെ വളരെ ഒരു അസ്വസ്ഥയായിരുന്നു. അതിപ്പോൾ എനിക്ക് നല്ല രീതിയിൽ കൈ പൊക്കാൻ ഉയർത്താനൊക്കെ സാധിക്കുന്നുണ്ട്. ദൈവം എനിക്ക് വലിയൊരു അനുഗ്രഹം തന്നു. അതുപോലെ തന്നെ എനിക്ക് ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഞാനൊരു ആയുർവേദ കമ്പനിയിലെ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഈ ആയുർവേദ മരുന്നിൻ്റെ ഈ സെയിലിനായിട്ട് പോകുന്ന വഴിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന അസ്വസ്ഥത റൂട്ടിൽ എവിടെയാണ് വീട്ടിൽ വെറുതെ ഇരുന്നാലും സെയിലിൽ പോകുമ്പോൾ എനിക്ക് ഭക്ഷണമൊക്കെ വീട്ടിൽ കഴിക്കുമോ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടൊക്കെ പോകുന്ന അവസരത്തിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് കഴിച്ച് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഭയങ്കര അസ്വസ്ഥയാണ്. വയറിന് ഭയങ്കര എന്തൊരു അസ്വസ്ഥത തോന്നും. പിന്നെ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ അത് കാലിലോട്ട് വ്യാപിക്കും. കാലിന് ഭയങ്കര ഒരു അസ്വസ്ഥത. പിന്നെ കൈക്ക് ശരീരം മുഴുവൻ തളർച്ച. പോയി റോഡിലോട്ട് സെയിൽസിനൊക്കെ പോയിട്ട് ഞാൻ വെറുതെ മടങ്ങി വന്നിട്ടുണ്ട്. സെയിൽ ചെയ്യാൻ പറ്റാതെ വീട്ടിലോട്ട് മടങ്ങി വരും. ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ വന്ന് ഈ ആരാധനയൊക്കെ പങ്കെടുത്തു. 5 ദിവസം കഴിഞ്ഞു. ഭക്ഷണം കഴിക്കുന്നുണ്ട്. എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ എനിക്കിരിക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ ഓർത്തായിരുന്നു. എനിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയിട്ടില്ല. വയറിന് അസ്വസ്ഥയോ തളർച്ചയോ ഒന്നുമില്ല. ശരീരത്തിൽ നല്ലൊരു ഉന്മേഷവും നല്ല ഉണർവും എനിക്ക് കിട്ടി. ദൈവം എനിക്ക് വലിയൊരു അനുഗ്രഹം തന്നു. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പറയാനുള്ള ഒരു കാര്യം നല്ലൊരു കുമ്പസാരം എനിക്ക് കിട്ടി. അതുപോലെ എനിക്ക് നല്ലൊരു ആന്തരിക സൗകര്യം എനിക്ക് ദൈവം തന്നു. ദൈവത്തിന് പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു. എൻ്റെ പേര് വിജയ് റീസ്. ഞാൻ കുടുംബശ്ശേരിക്കാരന്. ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന നേഴ്സാണ്. എനിക്ക് കുറച്ച് നേരം ഡിസ്ക് ട്രാവൽസായിട്ട് ഈ സൈഡിലേക്കുള്ള നേരിൽ ഡിസൈനിങ് ഓർഡറായിരുന്നു. ഞാൻ തീരുമാനം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഈ ധ്യാന സമയത്ത് ഇവിടെ ഇരുന്ന സമയത്തൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്ന വേദന ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ആ വേദനയൊക്കെ സഹിച്ച് ഞാൻ ഇവിടെ ഇരിക്കാനായിട്ട് എനിക്ക് ദൈവം അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഈ 5 ദിവസവും ഞാൻ ഫാസ്റ്റിംഗ് എടുക്കാൻ പ്രാർത്ഥിച്ചു. അത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നി. വെള്ളം മാത്രമേ ഞാൻ കുടിച്ചുള്ളൂ. വേറൊരു ഭക്ഷണം പോലും ഈ സമയം വരെ ഞാനൊന്നും കഴിച്ചിട്ടില്ല. അതുപോലെ ഞാൻ അവിടുത്തെ അടിത്തന്നെ താഴെ പോകുന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ എങ്കിൽ പോലും വലിയൊരു മാതാവിൻ്റെ വലിയൊരു സംരക്ഷണം എനിക്ക് അധികമായിട്ട് കിട്ടുക ഉണ്ടായതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. അതുപോലെ എൻ്റെ കായികമൊക്കെ ഇങ്ങനെ പെരുത്തു സ്ഥിതിക്കുന്ന സമയത്ത് തന്നെ ഒരു വലിയൊരു അഭിഷേകം എനിക്ക് ഉണ്ടായി. ദൈവത്തിന്